ഏറ്റവും വലിയ ഹില്ല് ഏരിയ എന്ന് പറയുന്ന ലോകത്തിലെ രണ്ടാമത്തെ സ്ഥലമാണ് ഈ പറഞ്ഞ ഒരു കർത്തുങ്കൽ പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. വിശാലമായ സ്ഥലത്ത് 30 അടി ചെയ്ത വളരെ ചെറുതായി പോകുമെന്ന് വിചാരിച്ചിട്ട് 70 അടി വരെയും വലിപ്പത്തിലാണ് ശിവഭഗവാന്റെ ഒരു ചിത്രം വലുതായിട്ട്. പിന്നെ രാത്രി നമുക്ക് നിൽക്കാൻ പറ്റില്ല. 6 മണിക്ക് ശേഷം -18, -20 പോകും. അപ്പോൾ നമ്മൾ ആകെ കിടുങ്ങി വിറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. വളരെയധികം സാഹസികമായിട്ട് നിന്നിട്ടുള്ളൊരു വർക്കായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തോന്നും. ആളുകൾ വിചാരിച്ചിരുന്ന ഏതോ ഒരു പറമ്പിൽ വെള്ളം കെട്ടിയെന്നിടത്ത് ഐസായതാണ്, അപ്പോൾ പിന്നെ അടിയിലേക്കൊന്നും പോകില്ലോ എന്നുള്ളത് ധാരണയായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസ് ഉരുകുന്ന സമയമാണ്. ഒരു 3 ദിവസം ഞങ്ങൾ ആ ചിത്രം ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം ചെയ്യുന്ന ഞങ്ങൾ വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ പുഴയായി മാറി. മാന്ത്രിക വിരലുകളുള്ള ഒരു അത്ഭുത കലാകാരനാണ് ഇന്ന് അബാക് പെയിന്റിനോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. ഡാവിഞ്ചി സുരേഷ്, ആ പേരിൽ തന്നെയുണ്ട് ഒരു കലാകാരൻ്റെ പേര് കൂടെ ചേർത്തുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടെ വൈറലായിട്ടുണ്ട്. കാരണം ഐസ് കട്ടയിൽ പടം വരയ്ക്കുന്നത് എപ്പോഴും ആളുകൾ പറയുന്നതാണ്, ഐസ് കട്ടയിൽ പടം വരയ്ക്കാൻ നിൽക്കരുത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ചേട്ടൻ പ്രാവർത്തികമാക്കിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? വർഷങ്ങളായിട്ടുള്ളൊരു 10 വർഷത്തോളമായി ഞാനിങ്ങനെ ഈ ഒരു ആഗ്രഹം പറയുന്നു, ഇങ്ങനെ ഈ ഐസും കട്ടയുമ്പോൾ പെയിൻ്റ് അടിക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ ക്ലാസ്സുകളിലോ അങ്ങനെയുള്ള സമയത്ത് അഭിമുഖങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ആർക്കെങ്കിലും ഒരു പ്രചോദനം നമുക്ക് പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിരുന്നൊരു ഡയലോഗാണ് ഈ പറഞ്ഞ ഐസും കട്ടയിൽ നമുക്ക് പെയിൻ്റ് അടിക്കണം എന്നുള്ളത്. കാരണം എൻ്റെ കുറേ ചിത്രങ്ങൾ വരയ്ക്കാനുള്ളൊരു അന്വേഷണത്തിൽ കുറേ നമുക്ക് വെള്ളത്തിന് മുകളിൽ പെയിൻറ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ കയ്യിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതുകൊണ്ട് അങ്ങ് പടം വരയ്ക്കുന്നതാണ്. ഒട്ടുമിക്ക സാധാരണ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന മീഡിയങ്ങൾ അല്ലാതെ നമുക്ക് മറ്റു മീഡിയങ്ങളിലും നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 100 മീഡിയങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 98ാമത്തെ മീഡിയമാണ് ഈ ഐസുമൽ പെയിൻ്റ് അടിക്കൽ വന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷമായിട്ട് നമ്മളിങ്ങനെ പറയുന്നൊരു കാര്യമാണ്. ഒരു 3 വർഷമായിട്ട് ഞാനിങ്ങനെ ഇതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടങ്ങി. നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനേക്കുള്ള ചിന്താഗതികളൊക്കെ തുടങ്ങിയിട്ട് 2-3 വർഷത്തോളമായി. ഈ വർഷമാണ് ഈ ശിവരാത്രിക്ക് നമ്മളൊരു മഹാദേവൻ്റെ ചിത്രം അങ്ങനെ ലഡാക്കിൽ പോയിട്ട് നമ്മളൊരു ഐസിൻ്റെ പുറത്ത് നമ്മളങ്ങനെ ചെയ്യുന്നത്. ശരിക്കും അവിടെ ജനുവരി മാസങ്ങളിലാണ്, ജനുവരി ഫെബ്രുവരി പകുതി വരെയൊക്കെ ഏകദേശം നല്ല തണുപ്പുള്ള സമയമാണ്. ആ ടൈമിലൊന്നും അവിടെ ടൂറിസ്റ്റുകളൊന്നും വരില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അവിടെ ടൂറിസ്റ്റുകൾ എത്തുക. കാരണം മഞ്ഞ് വീണ് പല വഴികളും ബ്ലോക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല അവിടെ ഒരു ഓക്സിജൻ ലെവൽ കുറച്ച് താഴ്ന്ന ഒരു പ്രദേശം കൂടിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മലയുടെ ഏറ്റവും വലിയ ഹില്ല് ഏരിയ എന്ന് പറയുന്ന ലോകത്തിലെ രണ്ടാമത്തെ സ്ഥലമാണ് ഈ പറഞ്ഞ ഒരു കർത്തുങ്കൽ പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. അത് ഒട്ടും ശ്വാസം കിട്ടാത്ത, 5 മിനിറ്റ് കൂടുതൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര ശ്വാസം കിട്ടാത്ത, ഓക്സിജൻ ലെവൽ കുറവായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. നമ്മളവിടെ പോകുന്നത് തന്നെ നമ്മൾ ഒരു 2-3 ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് വേണം നമ്മളവിടെ പോകും. -12 മുതൽ 20 ഡിഗ്രി വരെ തണുപ്പാണ് അവിടെ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ നാട്ടിൽ നിന്ന് ചൂടുള്ള ഈ ഒരു സമുദ്രനിരപ്പിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒരു ദിവസം നമ്മൾ റൂമിൽ തന്നെ റെസ്റ്റ് എടുക്കണം. 1-2 ദിവസം നമ്മൾ റൂമിൽ റെസ്റ്റ് എടുക്കേണ്ടി വരും. കാരണം അവിടുത്തെ കാലാവസ്ഥയുമായിട്ട് നമ്മളൊന്ന് പൊരുത്തപ്പെടണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. മാത്രമല്ല നമ്മളെ ബ്രീത്തിങ് കപ്പാസിറ്റിയൊക്കെ ഒന്ന് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് അവിടെ ധരിക്കേണ്ട ഡ്രസ്സുകളെല്ലാം ധരിച്ചിട്ട് വേണം നമ്മളവിടെ പുറത്തിറങ്ങണമെങ്കിൽ തന്നെ. അപ്പം അത്തരം റിസ്ക് പിടിച്ചിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ കുറേ ദിവസങ്ങൾ, 2-3 ദിവസങ്ങളോളം നമ്മളിങ്ങനെ മഞ്ഞിലും അതുപോലെ തന്നെ ഐസായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടത്. അവിടെ സ്വാഭാവികമായിട്ടും ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ അവിടുത്തെ തടാകങ്ങളും പുഴകളും നദികളൊക്കെ ഐസും കട്ടയിട്ട് ഇങ്ങനെ മാറും. പുറമേ അവിടെ ആളുകൾ ആ സമയത്താണ് അവിടുത്തെ കുട്ടികൾ സ്കേറ്റിങ്ങിന് ഇറങ്ങുന്നതും വണ്ടി ഓടിച്ചതിൻ്റെ മുകളിൽ കൂടെ ഒരു ഗ്രൗണ്ട് പോലെ, ഒരു സിമെൻറ്റ് തറയുടെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് പോലെ ഓടിച്ച് നടക്കുന്നൊരു സമയമാണത്. നമ്മളിങ്ങനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും നമ്മൾ ചെന്ന ഈ ശിവരാത്രി സമയം എന്ന് പറയുന്നത് ചൂടായി വരുന്നൊരു സമയം കൂടിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഐസൊക്കെ ഉരുകി വെള്ളമായി മാറി കുറച്ച് ഐസ് പാളികൾ മാത്രമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് മിക്ക സ്ഥലങ്ങളും കണ്ടത്. ഈ വരയ്ക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? വെള്ളം ആകുകയോ? അതുണ്ടായിരുന്നു. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവസാനം നമ്മളൊരു ജനവാസ കേന്ദ്രമല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെടുന്നത്. അവിടെ വലിയൊരു പുഴ പോലെ അതെവിടെയായിരുന്നു? അതൊരു ലേന്ന് കുറച്ച് മാറി ഒരു 40-40 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. നിമ്മു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളത് ചെയ്യുന്നത്. അവിടെ വലിയ ജനവാസ കേന്ദ്രമല്ല ഞങ്ങൾ പോയ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ഒരു കടൽ പോലെ കിടക്കുന്ന വലിയൊരു പുഴയോ നദിയോ അല്ലെങ്കിൽ തടാകോ പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ആ മഞ്ഞ് മാറ്റിയാൽ അവിടെ ഐസും കട്ടയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മലകളുടെ നടുവിലാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത്. അത് കണ്ടൊരു സെൻറ്ററിലൊക്കെ ശരിക്കും ഒരു 100 അടി കൂടുതൽ താഴ്ചയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് മുകളിലൊരു 5 അടി മാത്രം വലുപ്പത്തിലാണ് നമുക്ക് ഒരു 1.5 മീറ്റർ കനത്തിലാണ് ഈ ഐസും കട്ട ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ മൊത്തം നിൽക്കുന്നത്. അപ്പോൾ നമുക്കതൊന്നും കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ധാരണയൊന്നുമില്ല. പക്ഷേ നമുക്ക് കയറി നടക്കാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ അങ്ങോട്ട് കയറി നമ്മളൊരു 30 അടിയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഒരു 40 അടി അല്ല 70 അടി വലുപ്പത്തിലേക്ക് നമ്മളത് വലുപ്പം കൂട്ടുകയായിരുന്നു. കാരണം വിശാലമായ സ്ഥലത്ത് 30 അടി ചെയ്താൽ വളരെ ചെറുതായി പോകുമെന്ന് വിചാരിച്ചിട്ട് 70 അടി വരെയും വലുപ്പത്തിലാണ് ശിവഭഗവാന്റെ ഒരു ചിത്രം വലുതായിട്ട് നമ്മൾ അത്രയും മനോഹരമായിരുന്നു ചെയ്യുന്നത്. അത് തലേ ദിവസം ഈ വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഐസ് ഉരുകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം വൈകിട്ട് വെയിലാറിയതിന് ശേഷം ഒരു 4 മണിക്ക് ശേഷമാണ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നതും തലയുടെ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ രാത്രി നമുക്ക് നിൽക്കാൻ പറ്റില്ല. 6 മണിക്ക് ശേഷം -18, -20 പോകും. അപ്പോൾ നമ്മളാകെ കിടുങ്ങി വിറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി പിറ്റേ ദിവസം വെളുപ്പിന് വന്നു. ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 11 മണിയോടുകൂടി നമ്മളുടെ വർക്ക് ഏകദേശം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി. പക്ഷേ ആ ചൂട് വരുന്ന സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഇതിന് മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ചൂട് കൊണ്ട് ഐസ് വിള്ളുന്നതിൻ്റെ ഒരു അവിടെ ആ സൗണ്ട് ചുറ്റുപാടും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ തന്നെ നമ്മൾ പേടിപ്പെടുത്തും. പിന്നെ അടിയിൽ വെള്ളം ഇങ്ങനെ ഒരു തുളുമ്പുന്നതിൻ്റെയോ പ്രഷറിൻ്റെയോ ഒക്കെ ഒരു ശബ്ദം കൂടിയും നമുക്ക് അതിനൊപ്പം തന്നെ കേൾക്കാൻ സാധിക്കും. വളരെയധികം സാഹസികമായിട്ട് നിന്നിട്ടുള്ളൊരു വർക്കായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. ആളുകൾ വിചാരിച്ചിരുന്ന ഏതോ ഒരു പറമ്പിൽ വെള്ളം കെട്ടിയെന്നിടത്ത് ഐസായതാണ്, അപ്പോൾ പിന്നെ അടിയിലേക്കൊന്നും പോകില്ലോ എന്നുള്ളത് ധാരണയായിരുന്നു. മാത്രമല്ല ഇങ്ങനെ ചെരിവായതുകൊണ്ട് തന്നെ സൈഡിൽ വരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ആ ഐസും കട്ടലേക്ക് കയറുമ്പോഴേക്ക് മുമ്പായിട്ടുള്ള സ്ഥലത്ത് അധികം കനമൊന്നുമില്ല ഈ കട്ടകൾക്ക്. അടിയിൽ വെള്ളവും ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചവിട്ടിയ അടിയിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. പക്ഷേ തുടക്കത്തിലൊന്നും നമ്മളങ്ങനെ കട്ടായിട്ടുള്ള സ്ഥലത്ത് കൂടെ കയറിയാണ് ഒരു 20 അടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 70 അടി നമ്മൾ ചെയ്യുന്നത്. ശരിക്കും നദിയുടെ സെൻറ്ററിലേക്കൊന്നും പോകാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. കാരണം അവിടെ കനം കുറവായിരിക്കും, ചിലപ്പോൾ വീഴാൻ സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് കരയോട് ചേർന്നുള്ള സ്ഥലം എടുത്താൽ മതി എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളവിടെ ഈ പറഞ്ഞൊരു സ്ഥലത്ത് നമുക്കിവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു മേജർ ജനറലിൻ്റെ ഒരു വിവേകാനന്ദ് എന്ന് പറയുന്നൊരു കൊടുങ്ങല്ലൂരുള്ള ഒരു മേജർ ജനറലിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടുത്തെ പോലീസിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് റെഡിയാക്കി തന്നത്. അതുപോലെ പട്ടാളത്തിൻ്റെ ഒരു പട്ടാളക്കാരൻ നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആർമി ക്യാമ്പിൽ നിന്ന് വന്നു. ആർമി ക്യാമ്പിൽ നിന്ന് നമ്മളെ സഹായത്തിനായിട്ടൊരു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടി നമുക്ക് ഒരാളെ അവർ അറേഞ്ച് ചെയ്ത് തന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു. കാരണം നമുക്ക് നിർദ്ദേശങ്ങൾ തരാനും നമ്മളുടെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ചിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് പെയിൻ്റ് അടിക്കും ഈ ഐസും കട്ടേമിൽ നമ്മൾ എന്ത് പെയിൻ്റ് അടിക്കും ശരിക്കും. അപ്പോൾ അതിനൊരു പരീക്ഷണം നമ്മൾ ആദ്യം കുറേ മഞ്ഞിലും അതുപോലെ തന്നെ ഐസിൻ്റെ മുകളിലും ഒക്കെ നമ്മൾ വേറെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ കളർ പൗഡറുകൾ ഇട്ട് നോക്കി. എത്ര വർഷത്തെ ഒരു പരിശ്രമമാണ് അവിടെ കണ്ടത്? അല്ല, ഇത് ശരിക്കും നമ്മൾ പല മീഡിയങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഇപ്പോൾ ഐസ് കട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ നമ്മുടെ നാട്ടിലെ ഐസ് കട്ട ഇപ്പോൾ ഒരെണ്ണം എടുത്ത് പെയിന്റ് അടിക്കാനും കൂടി കഴിയില്ല. അപ്പോഴത്തേക്കും അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിന്റെ താപനിലയാണ് ഇതിനിപ്പോൾ പ്രധാനം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഐസും കട്ടയുടെ മുകളിൽ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഐസ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉരുകി വെള്ളമായി തീരും. ശരിക്കും പെയിന്റ് അല്ല ഉരുകുന്നത്, ഐസാണ് ഉരുകുന്നത്. ശരിക്കും ഐസ് ഉരുകുന്നത് കൊണ്ടാണ് പെയിന്റും അതിനൊപ്പം മെൽറ്റായിട്ട് പോകുന്നതിന്റെ കാരണം. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ കൊടും തണുപ്പിൽ -12 ആ തണുപ്പിൽ ഐസ് അനങ്ങുന്നില്ല.
ഐസ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സിമൻറ്റ് തറ പോലെ കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ആ പെയിൻറ്റ് ചെയ്തത് വെയിൽ വന്നാൽ പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആവും. കാരണം വെയിൽ വന്ന് ചൂടായി കഴിഞ്ഞാൽ ഐസ് ഉരുകാൻ തുടങ്ങും. അപ്പോൾ ഈ പെയിൻറ്റ് മെൽറ്റാവാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും ജനുവരി മാസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് നിർത്താൻ സാധിക്കും. ഇപ്പോൾ ഫെബ്രുവരി പകുതി വരെ ആ പടം അങ്ങനെ തന്നെ കിടക്കും. പക്ഷേ ഈ ചൂട് വന്ന് സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്ന സമയം വരുമ്പോൾ ഇത് ഉരുകാൻ തുടങ്ങും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസ് ഉരുകുന്ന സമയമാണ്. ഒരു 3 ദിവസം ഞങ്ങൾ ആ ചിത്രം ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം ചെന്ന് ഞങ്ങൾ വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ പുഴയായി മാറി. അവിടെ ആ ഐസ് ബ്ലോക്കുകളൊന്നുമില്ല. അതൊരു പുഴ വെള്ളമായി മാറി എന്നുള്ളത്. അപ്പം എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ആ കറക്റ്റ് ടൈമിന് ഞങ്ങൾ അവിടെ ചെയ്തു തിരിച്ചു പോന്നു. പിറ്റേ ദിവസം മുതൽ ഉരുകാൻ തുടങ്ങി, അവിടെ പുഴയായി മാറി എന്നുള്ളതാണ്. അപ്പം അത്രയും അപ്പം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും ഡേഞ്ചർ മനസ്സിലായത്. കാരണം ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നാണല്ലോ നമ്മൾ ഈ ചെയ്തത് മുഴുവൻ എന്നുള്ളത്. അപ്പം അതിലവസാനം നമ്മൾ ഈ എമൽഷൻ പെയിൻ്റാണ് ഇതിന് നമ്മൾ ഉപയോഗിച്ചത്. ശരിക്കും എമൽഷൻ പെയിൻറ്റ് സ്വാഭാവികമായിട്ട് നമ്മളെ വീടിന് എക്കോ ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല വീടിന് നമ്മൾ അടിക്കുന്നൊരു പെയിൻ്റാണ്. ആ പെയിൻറ്റ് അവിടുത്തെ തണുത്ത കാലാവസ്ഥയിൽ കുറച്ച് കട്ടയായിട്ടിരിക്കും. നമ്മൾ ഈ വെള്ളം പോലെ അല്ലാണ്ട് ഇവിടെ നാട്ടിൽ കിട്ടുന്ന വെള്ളം പോലെ അല്ലാതെ കുറച്ച് കട്ടയായിട്ടാണ് കിട്ടുക. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അതേ ടൈറ്റിൽ തന്നെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ബ്രഷിന് ഈ പെയിൻ്റൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ തണുത്ത കാലാവസ്ഥയിൽ അത് കൃത്യമായിട്ട് നമ്മളുടെ ആ ഒരു ഷൂട്ട് ചെയ്യുന്നത് വരെങ്കിലും വളരെയധികം കൃത്യമായിട്ട് അവിടെ നമുക്കത് കിട്ടിയെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഈ ജനുവരി മാസത്തൊക്കെ ആണെങ്കിൽ അത് കുറേ സമയം കൂടി നിർത്താൻ സാധിക്കും. മഞ്ഞ് പുറമേ പെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ഇപ്പം മഞ്ഞ് വീഴ്ച കുറഞ്ഞു. ശരിക്കും ഐസ് ഉരുകി വെള്ളമാകുന്നൊരു സമയമായതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹം നമുക്കവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതവിടെ എന്താ പറയുക, നമ്മൾ കേരളത്തിൻ്റെ തെക്കേ ഇന്ത്യയുടെ തെക്കേറ്റത്തു നിന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ വടക്കേറ്റത്ത് ജമ്മു കാശ്മീരിൽ പോയിട്ട് ലേയിൽ പോയിട്ട് നമ്മൾ ആ തണുത്ത കാലാവസ്ഥയിൽ നമുക്ക് ആയൊരു നാട്ടിൽ എപ്പോഴും എല്ലാവരും പറയാറുള്ള കളിയാക്കി പറയാറുള്ളൊരു കാര്യമാണ് ഈ ഒരു ഐസും കട്ടയിൽ പെയിൻറ്റ് അടിക്കുന്നു പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് ബോട്ടിൽ സ്പ്രേ ഉപയോഗിക്കാനോ സ്പ്രേ ആയിട്ടോ പൊടിയായിട്ടോ ഒന്നും അല്ലാതെ ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് എടുത്ത് ഐസും കട്ടയുമേൽ അടിക്കുന്ന രീതിയിലേക്ക് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.